ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ വയനാട് റോക്സ് വിത്ത് ആശ. അപ്പം നമ്മൾ രാവിലെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പം ഇപ്പം ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ കാരണം വയനാട്ടിൽ നിങ്ങൾക്കറിയാം, വയനാട് വെറ്റിനറി കോളേജ്, പൂക്കോട് വെറ്റിനറി കോളേജ് വെച്ചിട്ട് സിദ്ധാർത്ഥ എന്നൊരു കുട്ടി ഈ അടുത്ത് തൂങ്ങി മരിക്കപ്പെട്ടു. അപ്പോൾ അതിൻ്റെ വാർത്തകൾ നിങ്ങൾ മീഡിയയിൽ കൂടെ പലവട്ടം കണ്ടിട്ടുണ്ടാവും. അവൻ ആൾക്കൂട്ട വിചാരണയിൽ തൂങ്ങി മരിക്കുകയാണ് ചെയ്തതെന്നാണ് കേട്ടത്. ശരിക്കും നമ്മുടെ യുവത്വം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? യുവത്വത്തിന് ഒരു പട്ടം കാറ്റത്ത് വെട്ടിവിട്ട പട്ടത്തെ പോലെ പാറിക്കളിക്കുകയാണ്. കാരണം അവ പറന്ന് എവിടേക്ക് പോകുന്നു, എങ്ങോട്ട് പോകുന്നു ഒന്നും ഇന്നത്തെ അവരുടെ മാതാപിതാക്കളോ ആരും അറിയുന്നില്ല. കാലം നമ്മളെ ഓർക്കുക, നമ്മുടെ വിദ്യാഭ്യാസ രീതി വളരെ പ്രത്യേകതയുള്ളത് തന്നെയാണ്. കാരണം ഞാനൊക്കെ ഏകദേശം 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നതോ അവരെ എത്തുമ്പോൾ പഠിപ്പിക്കുന്നത് നമ്മൾ ആരെയൊക്കെ ബഹുമാനിക്കണം, ആരെ കാണുമ്പോൾ എന്തൊക്കെ ചെയ്യണം, നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ഇന്നത് കണ്ടാൽ അതിന് ഇന്നതുപോലെ ചെയ്യണം, ഒരു പേപ്പറിൽ പോലും ചവിട്ടാൽ അതിന് പേപ്പർ ചവിട്ടിയാൽ അല്ലെങ്കിൽ പുസ്തകത്തിൽ ചവിട്ടിയാൽ അതിനെന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടത് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ചെയ്തത്. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് എന്താണ് അവർ പറയുന്നത്? അവർക്ക് കാണുന്നവരെല്ലാം ബ്രോയും ചങ്കും ഒക്കെയാണ് വിളിക്കുന്നത്, അല്ലാതെ കൂട്ടുകാരാ, സഹപാഠി എന്നല്ല വിളിക്കുന്നത്. പിന്നിപ്പോൾ ഈ ഞാൻ പറഞ്ഞ പൂക്കോട് പോലും സ്വന്തം ക്ലാസ്സിലെ അല്ലെങ്കിൽ സ്വന്തം റൂംമേറ്റ് പോലും ആ ഒരു ഇടയിൽ ഉണ്ടായിട്ട് ആ റൂംമേറ്റ് പോലും ഒരു നിമിഷം അവനെ സംരക്ഷിക്കാനോ അവനോട് ചെയ്യില്ലേ എന്ന് പറയാൻ പോലും തോന്നാത്ത അവസ്ഥ. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് എന്താണ്, ആരോടാണ്, എങ്ങനെയാണ് പെരുമാറേണ്ട രീതി പോലും അറിയുന്നില്ല. കാരണം നമ്മൾ ചെറുപ്പകാലത്ത് നമ്മളെ സ്കൂളുകളിൽ വടിയെടുക്കാറില്ല. കാരണം കുട്ടിയെ തല്ലിയാൽ കേസാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യം പറിച്ചു മാറ്റുന്നത്. കുട്ടികൾ തല്ലി തന്നെയാണ് വളർത്തേണ്ടത്. കുട്ടികൾ അടിച്ചു വളർത്തിയാൽ മാത്രമേ കുട്ടികൾ നല്ല രീതിയിൽ ജീവിക്കുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പട്ടത്തെ നമ്മൾ പട്ടത്തിനെ കയറ് പിടിച്ചാൽ പട്ടം വളരെ ഉയരത്തിൽ പറക്കും. നമുക്കതിനെ മാനേജ് ചെയ്യാം, കപ്പെടുത്താം, പിന്നെയും ഉയർത്തി പറത്താം. അങ്ങനെ ഒരു കൺട്രോളിൽ നമ്മളെ കയ്യിൽ തന്നെ ചാടി വയ്ക്കാൻ ചെയ്യാം. പക്ഷെ ആ പട്ടത്തിന്റെ നൂലിന് വിട്ടാൽ ആ പട്ടം പറന്നു പോകും. അത് എവിടെ പോയി എത്തുന്നോ എങ്ങനെ എത്തുന്നോ ഒന്നും അറിയില്ല. ആ പട്ടം പറന്നു പോവുകയും ചിലപ്പോൾ പട്ടം കുറച്ച് വളരെയധികം ഉയരത്തിൽ പൊന്തിയിട്ട് പെട്ടെന്ന് അടിയിലോട്ട് വന്ന് താഴെ കിടക്കുകയും ചെയ്യും. അതുപോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഇന്നും ഈ പട്ടത്തിന്റെ ഒരു നൂൽബന്ധത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന മാതിരിക്ക് തന്നെ അവരെപ്പോഴും കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ അവർ നേർവഴിക്ക് നടക്കുള്ളൂ. കാരണം ഇന്നത്തെ യുവത്വം പോകുന്നത് കള്ളിനും കഞ്ചാവിനും MDMA പോലെ മാരകമായ സാധനങ്ങളിൽ പുറകെയാണ് എല്ലാവരും പോകുന്നത്. ഇത് മാറണമെങ്കിൽ നമ്മുടെ കലാലയങ്ങളിലല്ല, നമ്മുടെ അധ്യാപനം തുടങ്ങുന്ന അല്ലെ പഠനം തുടങ്ങുന്ന നഴ്സറി മുതൽ കുട്ടികളെ വടി കൊണ്ട് തന്നെ ചുരുൾ കഷായങ്ങളിലേക്ക് കൊടുത്തു എന്നാലേ കുട്ടികൾ നേർവഴിക്ക് നടക്കുള്ളൂ. കാരണം ഞങ്ങളൊക്കെ അടി വാങ്ങിയവരാണ്. എത്രത്തോളം അടി വാങ്ങിയിട്ടുണ്ടോ അത്രത്തോളം ഞങ്ങൾ നന്നാവുകയാണ് ചെയ്തത്. അല്ലാതെ അടിച്ചിട്ട് ഞങ്ങൾ നശിച്ചു പോവുകയോ അല്ല ആ ഒരു അടിയുടെ വേദന മാറുന്നവരെങ്കിലും നമ്മൾ പേടിച്ച് പഠിക്കുകയും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യും. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അടിയുടെ വേദന അറിയുന്നില്ല. അവർക്കെല്ലാം സിമ്പിളാണ്, എല്ലാ കാര്യവും സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തോന്നിയ പോലെയാണ്. ഒരു സുഹൃത്ത് എന്ന രീതിയിൽ പോലും പലരെയും കാണുന്നില്ല. കോളേജുകളിലെ രാഷ്ട്രീയം ഉണ്ടാവാം. രാഷ്ട്രീയത്തെക്കാൾ ഏറ്റവും വലുതാണ് സൗഹൃദം. രാഷ്ട്രീയം ഏകദേശം 3 വർഷം, 4 വർഷം, 5 വർഷം ആ കോളേജ് ജീവിതം കഴിയുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ടും സൗഹൃദം പിന്നെയും കൂട്ടിച്ചേർന്ന് നിൽക്കേണ്ടതാണ്. ആ സൗഹൃദത്തിന്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള വിള്ളലുകൾ പലതും നമ്മളെ ഇടയിൽ കാണുന്നത്. അപ്പോൾ നമ്മളെ ഈ ഒരു ഇപ്പം കണ്ട രീതിയിലുള്ള മാറ്റം അത് തിരിച്ചു വരണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ തന്നെ വരണം. ആദ്യം മുതൽ തന്നെ അവരെ അടിച്ചു പഠിപ്പിക്കുകയും അവരെ ശിക്ഷ കൊടുത്തും മാത്രം വളർത്തി കൊണ്ടുവരാൻ മാത്രമേ ഇന്നത്തെ തലമുറയെ പഴയ രീതിയിൽ നല്ല രീതിയിൽ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു അഭിപ്രായത്തിൽ യോജിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.